ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഓസ്കാർ വൈൽഡ് എഴുതിയിട്ടുള്ള ദ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ലെസൺ ആണ്. അദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്, ഫിക്ഷൻ റൈറ്ററാണ്, അതേപോലെ എസ്സേയിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അറ്റ് സം പോയിന്റ് ഇൻ അവർ ലൈഫ് വി റിയലൈസ് ദാറ്റ് നേച്ചർ സൂട്ട്സ് ആസ് ആൻഡ് ഷെയർസ് അവർ പെയിൻസ്. എന്താ പറയുന്നത്? ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ റിയലൈസ് ചെയ്യും, എന്താണ്? നേച്ചർ സൂട്ട്സ് അസ് ആൻഡ് ഷെയർസ് അവർ പെയിൻ. നേച്ചർ നമ്മളെ സാന്ത്വനിപ്പിക്കും, അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കും, നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഷെയർസ് അവർ പെയിൻസ്, നമ്മളുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കും. പിന്നെ എന്താണ്? ഡസ് നേച്ചർ ഹെൽപ്പ് ആസ് വെൻ വി ആർ ഇൻ ട്രബിൾ ഓർ ഇൻ നീഡ്. നേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, സഹായിക്കുമോ നമ്മളൊരു ആപത്ഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു ട്രബിളിൽ നിൽക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളുടെ പ്രകൃതി സഹായിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നേച്ചർ ഹെൽപ്സ് മാൻ ഇൻ ടൈംസ് ഓഫ് നീഡ്. ആവശ്യഘട്ടങ്ങളിൽ മനുഷ്യനെ എങ്ങനെയാണ് പ്രകൃതി ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ വായിക്കാനുള്ളത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് മീ ഇഫ് ഐ ബ്രോട്ട് ഹെർ റെഡ് റോസസ്. അവൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്തേനെ, അല്ലെങ്കിൽ ഡാൻസ് കളിച്ചേനെ. എപ്പോഴാണ്, എങ്ങനെയാണെങ്കിലാണ്? ഇഫ് ഐ ബ്രോട്ട് ഹെർ റെഡ് റോസസ്, ഞാൻ അവൾക്ക് ചുവന്ന റോസാ പുഷ്പങ്ങൾ കൊണ്ടുപോയി നൽകിയിരുന്നെങ്കിൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്തേനെ എന്നവൾ പറഞ്ഞു. ക്രൈഡ് ദ യങ് സ്റ്റുഡൻറ്റ്. അപ്പോൾ യങ് സ്റ്റുഡൻറ്റ് ഒരു യങ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ഓക്കെ, അവൻ എന്ത് ചെയ്യാണ്? കരഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ളൊരു മീനിങ് കൂടെ ഇവിടെ വരും കേട്ടോ. ബട്ട് ഇൻ ഓൾ മൈ ഗാർഡൻ ദർ ഈസ് നോ റെഡ് റോസ്. പക്ഷേ എൻ്റെ ഗാർഡനിൽ എവിടെയും ഒരു റെഡ് റോസും ഇല്ല. എൻ്റെ ഗാർഡനിൽ എന്താണ്? റെഡ് റോസ് ഇല്ല അവൾക്ക് കൊടുക്കാനായിട്ട്. അത് കൊടുത്തിരുന്നെങ്കിലാണ് അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? പക്ഷേ എന്താണ്? എൻ്റെ ഗാർഡനിൽ എവിടെയും ഒരു റെഡ് റോസ് പോലും ഇല്ല. From her nest in the oak tree, the nightingale heard him and she looked out through the leaves and wondered. എന്താ പറയുന്നത്? ഇവിടെ ഈ യങ് സ്റ്റുഡൻറ്റ്, ആ ഒരു കുട്ടി കരയുന്നത് ആരോ ഒരാൾ കേട്ടു. ആരാണത്? ഫ്രം ഹർ നെസ്റ്റ് ഇൻ ദ ഓക്ക് ട്രീ ദ നൈറ്റിംഗേൾ ഹേർഡ് ഹിം. അപ്പോൾ ആരാ കേട്ടത്? നൈറ്റിംഗേൾ ആണ്, വാനമ്പാടി പക്ഷിയാണ് ആ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. എവിടെ നിന്നാണ് കേട്ടത്? ഫ്രം ഹർ നെസ്റ്റ്, അവളുടെ കൂട്ടിൽ നിന്ന്. എവിടെയാണ് കൂടുള്ളത്? ഇൻ ദ ഓക്ക് ട്രീ, ഓക്കുമരത്തിന് മുകളിലാണ്. അപ്പോൾ ഓക്കുമരത്തിന് മുകളിലുള്ള കൂട്ടിലിരുന്ന് ആര് കേട്ടു? നൈറ്റിംഗേൾ ഈ ഒരു യങ് സ്റ്റുഡൻറ്റ് കരയുന്നത്, അല്ലെങ്കിൽ അത് കുട്ടി പറയുന്നത് നൈറ്റിംഗേൾ കേട്ടു. എന്നിട്ടോ? ആൻഡ് ഷീ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ ലീവ്സ് ആൻഡ് വണ്ടേർഡ്. അവൾ താഴേക്ക് ഇങ്ങനെ നോക്കി, ആ ഒരു നൈറ്റിംഗേൾ താഴേക്ക് മരങ്ങളുടെ ഇലകളുടെ ഇടയിലൂടെ ഇങ്ങനെ താഴേക്ക് നോക്കി, എന്നിട്ട് വണ്ടേർഡ്, അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. നോ റെഡ് റോസ് ഇൻ ഓൾ മൈ ഗാർഡൻ ഹി ക്രൈഡ് ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. എന്താ പറയുന്നത്? എൻ്റെ പൂന്തോട്ടത്തിൽ ഒരു റെഡ് റോസ് പോലും ഇല്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഹി ക്രൈഡ്, അവനിത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാണ്. എൻ്റെ പൂന്തോട്ടത്തിൽ എന്താണ് അവൾക്ക് കൊടുക്കാനായിട്ട് ഒരു റെഡ് റോസ് പോലും ഇല്ല. ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, അവൻ്റെ സുന്ദരമായ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ടിയേഴ്സ് മീൻസ് എന്താണ്? കണ്ണുനീർ, അല്ലേ? അപ്പം അവൻ്റെ സുന്ദരമായ കണ്ണുകൾ എന്താണ്? കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഓൺ വാട്ട് ലിറ്റിൽ തിങ്സ് ഡസ് ഹാപ്പിനെസ് ഡിപ്പെൻഡ്. അപ്പം അവനിങ്ങനെ പറയുകയാണ്, എന്താണ്? ഓൺ വാട്ട് ലിറ്റിൽ തിങ്സ്, എത്രമാത്രം ചെറിയ ഒരു കാര്യത്തിലാണ് നമ്മളുടെ സന്തോഷം ആശ്രയിച്ചിരിക്കുന്നത്. നമ്മളുടെ സന്തോഷം നിൽക്കുന്നത് എത്രമാത്രം ചെറിയ കാര്യങ്ങളിലാണ്, അതിനെ ആശ്രയിച്ചാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡിപ്പെൻഡ് മീൻസ് ആശ്രയിക്കുക. അപ്പം എത്രമാത്രം ചെറിയ കാര്യങ്ങളിലാണ് നമ്മളുടെ സന്തോഷം ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. ഐ ഹാവ് റീഡ് ഓൾ ദാറ്റ് ദ വൈസ് മെൻ ഹാവ് റിട്ടൺ. വൈസ് മെൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവുള്ള ആളുകൾ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ദ സീക്രട്സ് ഓഫ് ഫിലോസഫി ആർ മൈൻ. അതായത് ഒരുപാട് ഫിലോസഫി എന്ന് വെച്ചാൽ തത്വം, അല്ലേ? തത്വങ്ങളുടെ സീക്രട്സ് അതും എനിക്കറിയാം. അതായത് എനിക്ക് ഒരുപാട് ഫിലോസഫിയും അറിയാമെന്നാണ് പറയുന്നത്. യെറ്റ് ഫോർ വാണ്ട് ഓഫ് എ റെഡ് റോസ് ഇസ് മൈ ലൈഫ് മെയ്ഡ് wretched.
എന്നിട്ടും അതായത് ഫിലോസഫിയൊക്കെ ഒരുപാട് എനിക്കറിയാം, വൈസ്മാൻമാർ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താണ്, ഫോർ വാണ്ട് ഓഫ് എ റെഡ് റോസ് ഇസ് മൈ ലൈഫ് മെയ്ഡ് റെച്ചഡ്. ഒരു റെഡ് റോസ് എൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാക്കി എന്നാണ് പറയുന്നത്. റെച്ചഡ് മീൻസ് ദുരിതപൂർണ്ണമാക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, ഒരു ചെറിയ റോസാപുഷ്പത്തിന് എൻ്റെ ജീവിതത്തെ ദുഃഖത്തിൽ ആഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എനിക്ക് എന്താണ്, റെഡ് റോസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ പൂത്തോട്ടത്തിൽ എവിടെയും റെഡ് റോസ് ഇല്ല, അല്ലേ? ഹിയർ അറ്റ് ലാസ്റ്റ് ഈസ് എ ട്രൂ ലവർ സെഡ് ദ നൈറ്റിംഗേൾ. നൈറ്റിംഗേൾ പറയാണ്, അവസാനം ഒരു ട്രൂ ലവറിനെ കണ്ടെത്തി. നൈറ്റ് ആഫ്റ്റർ നൈറ്റ് ഹാവ് ഐ സങ് ഓഫ് ഹിം ദോ ഐ ന്യൂ ഹിം നോട്ട്. എന്താണ്, രാത്രികൾ തോറും ഞാൻ എന്താണ് അവന് വേണ്ടി പാടി, അവനെക്കുറിച്ച് പാടി. ദോ ഐ ന്യൂ ഹിം നോട്ട്, പക്ഷേ എനിക്ക് അവൻ ആരാന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. നൈറ്റ് ആഫ്റ്റർ നൈറ്റ് ഹാവ് ഐ ടോൾഡ് ഹിസ് സ്റ്റോറി ടു ദ സ്റ്റാർസ് ആൻഡ് നൗ ഐ സീ ഹിം. അപ്പം രാത്രികൾ തോറും ഞാൻ അവൻ്റെ കഥ നക്ഷത്രങ്ങളോട്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളോട് പറഞ്ഞു. ആൻഡ് നൗ ഐ സീ ഹിം, ഇപ്പോൾ എനിക്കവനെ കാണാൻ കഴിഞ്ഞു, ഞാൻ അവനെ കണ്ടു. ഹിസ് ഹെയർ ഇസ് ഡാർക്ക് ആസ് ദ ഹയാസിൻ ബ്ലോസം. അവൻ്റെ മുടി എങ്ങനെയാണ്, ഹെയർ ഇസ് ഡാർക്കാണ്. ഹയാസിൻ ബ്ലോസം, ഹയാസിൻ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. ആ ചെടി പൂത്ത് നിൽക്കുന്നത് പോലെ അത്രമാത്രം കറുപ്പുള്ളതാണ് അവൻ്റെ മുടി. ആൻഡ് ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് ദ റോസ് ഓഫ് ഹിസ് ഡിസയർ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അപ്പം അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു റോസാ പുഷ്പത്തിൻ്റെ പോലെ ചുമന്നതായിരുന്നു അവൻ്റെ ചുണ്ടുകൾ. ബട്ട് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ഐവറി. പക്ഷെ എന്താണ്, അവൻ്റെ ഒരു പാഷൻ എന്താണ്, ആ ഒരു ഫ്ലവർ കിട്ടണം, അത് അവൻ്റെ കാമുകിക്ക് കൊണ്ടുപോയി കൊടുത്ത് അവളുടെ കൂടെ ഡാൻസ് ചെയ്യണം എന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. അവളെ കൂടെ നിർത്തുക എന്നുള്ളത് അവൻ്റെ പ്രണയം, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട്, അവൻ്റെ ആ ഒരു പാഷൻ കാരണം അത് നടക്കുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു ദുഃഖം അവൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് അവൻ്റെ മുഖം വിളറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അവൻ്റെ ആ ഒരു ദുഃഖം കൊണ്ട്. ആൻഡ് സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. അവൻ്റെ പുരുകത്തിൽ ആ ഒരു ദുഃഖം തളം കെട്ടിക്കിടന്നു, അല്ലെങ്കിൽ ഒരു സീല് പോലെ അവൻ്റെ പുരുകത്തിൽ അവൻ്റെ ദുഃഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ പ്രിൻസ് ഗീവ്സ് എ ബോൾ ടുമോറോ നൈറ്റ് മർമർ ദ യങ് സ്റ്റുഡൻറ്റ്. അപ്പം പ്രിൻസ്, രാജകുമാരൻ ഒരു ബോൾ പാർട്ടി നടത്തുന്നുണ്ട്. അതായത് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ്. ഒരുപാട് ആളുകൾ ഒത്തുചേർന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു. അതിനെയാണ് ബോൾ എന്നിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടുമോറോ നൈറ്റ്, നാളെ രാത്രിയാണ് അത് നടത്തുന്നത്. പ്രിൻസ് ആണ് കേട്ടോ നടത്തുന്നത്, രാജകുമാരനാണ്. മർമർഡ് ദ യങ് സ്റ്റുഡൻറ്റ്, ആ ഒരു യങ് സ്റ്റുഡൻറ്റ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആൻഡ് മൈ ലവ് വിൽ ബി ഓഫ് ദ കമ്പനി. എൻ്റെ ലവ്, അതായത് എൻ്റെ പ്രണയിനി അവിടെ ഉണ്ടാകും, ആ ഒരു ബോൾ പാർട്ടിയിൽ ഉണ്ടാവും. ഇഫ് ഐ ബ്രിങ് ഹർ എ റെഡ് റോസ് ഷീ വിൽ ഡാൻസ് വിത്ത് മീ ടിൽ ഡോൺ. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ അവൾക്ക് ഒരു റെഡ് റോസ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. വിത്ത് മീ ടിൽ ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഡസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം. അതായത് രാവിലെ ആകുന്നവരെ അവൾ എൻ്റെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യും, ഞാൻ അവൾക്കൊരു റെഡ് റോസ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ബട്ട് ദർ ഈസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ. പക്ഷേ എന്താണ്, എൻ്റെ ഗാർഡനിൽ ഒരു റെഡ് റോസ് പോലും ഇല്ല. സോ ഐ ഷാൽ സിറ്റ് ലോൺലി. അതുകൊണ്ട് ഞാനിവിടെ ഏകാന്തനായിട്ട് തനിയെ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ വിൽ പാസ് മീ ബൈ. അതുമാത്രമല്ല, അവൾ എന്നെ മറികടന്നു പോകും. ഷീ വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ. ഹീഡ് മീൻസ് അറ്റൻഷൻ, അല്ലെങ്കിൽ ശ്രദ്ധ. അവൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലുമില്ല. ആൻഡ് മൈ ഹാർട്ട് വിൽ ബ്രേക്ക്. അതുമാത്രമല്ല, അപ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ ഹൃദയം തകരും. അവൾ എന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ എന്നെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ഹൃദയം തകർന്നു പോകും. ഞാൻ അത്രമാത്രം ദുഃഖത്തിൽ ആഴ്ന്നു പോകുമെന്നാണ് പറയുന്നത്. ഹിയർ ഇൻഡീഡ് ഈസ് ദ ട്രൂ ലവർ. സത്യത്തിൽ ഇവിടെയാണ് ആ ഒരു ട്രൂ ലവർ ഉള്ളത്, യഥാർത്ഥ കാമുകൻ, അല്ലേ? ട്രൂ ലവർ ഇവിടെയാണ് ഉള്ളത്. സെഡ് ദ നൈറ്റിംഗേൾ. നൈറ്റിംഗേൾ പറഞ്ഞു. വാട്ട് ഐ സിങ് ഓഫ് ഹീ സഫേഴ്സ്. ഞാൻ എന്തിനെക്കുറിച്ചാണോ പാടുന്നത് അതാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. വാട്ട് ഈസ് ജോയ് ടു മീ ടു ഹിം ഈസ് പെയിൻ. എനിക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത് അവന് സങ്കടമാണ് നൽകുന്നത്. എന്താണ്, നൈറ്റിംഗേൾ പാടുന്നതും ജോയ് കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നതും പ്രണയത്തിലാണ്, പ്രണയത്തെക്കുറിച്ച് പാടുമ്പോഴാണ്, അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്, അവന്
ആ ഒരു പ്രണയം എന്താണ് നൽകുന്നത്? പെയിനാണ് അല്ലേ, സങ്കടമാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ദ മ്യൂസിഷ്യൻസ് വിൽ സിറ്റ് ഇൻ ദെയർ ഗാലറി. ഗായകരെല്ലാവരും തന്നെ എന്ത് ചെയ്യും? അവരുടെ ഗാലറിയിൽ ഇരിക്കും. സെറ്റ് ദ യങ് സ്റ്റുഡൻറ്റ്, ആ ഒരു യങ് സ്റ്റുഡൻറ്റ് പറയാണ്. ആൻഡ് പ്ലേ അപ്പോൺ ദെയർ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം അവരെന്ത് ചെയ്യും? അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കും. ആൻഡ് മൈ ലവ് വിൽ ഡാൻസ് ടു ദ സൗണ്ട് ഓഫ് ദ ഹാർപ്പ് ആൻഡ് ദ വയലിൻ. വയലിനും ഹാർപ്പും ഒക്കെ എന്താണ്? അതും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പം അതിങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ താളത്തിനനുസരിച്ച് എൻ്റെ പ്രണയിനി ഡാൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹി ബെറീഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ്. അവൻ്റെ ഫേസ്, മുഖം എന്ത് ചെയ്തു? അവൻ്റെ കൈകളിൽ ബെറി ചെയ്തു വെച്ചാൽ കൈകൾ കൊണ്ട് ഇങ്ങനെ മുഖം പൊത്തി, സങ്കടം സഹിക്കാൻ വയ്യാതെ കൈ കൊണ്ട് മുഖം പൊത്തില്ലേ, അങ്ങനെ മുഖം അവൻ്റെ കൈകളിൽ ആഴ്ത്തി. എന്നിട്ട് എന്താണ്? ആൻഡ് വെപ്റ്റ് മീൻസ് എന്താണ്? തേങ്ങി കരഞ്ഞു എന്നുള്ളതാണ്. വൈ ഈസ് ഹി വീപ്പിംഗ് ആസ്ക്ഡ് എ ലിറ്റിൽ ഗ്രീൻ ലിസാർഡ് ആസ് ഹി റാൻ പാസ്റ്റ് ഹിം വിത്ത് ഹിസ് ടെയിൽ ഇൻ ദ എയർ. അപ്പം ഈ ഒരു യങ് ബോയിനെ പാസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ലിസാർഡ് പോവുകയാണ്. അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലെ വായുവിലേക്ക് ഇങ്ങനെ പൊക്കിയിട്ടാണല്ലോ ഉണ്ടാവുക ലിസാർഡ്സിൻ്റെ. ഈ ഓന്തിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വാലൊക്കെ പൊക്കി ഈ ഒരു കുട്ടീനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഗ്രീൻ ലിസാർഡ് ചോദിക്കുന്നുണ്ട്, വൈ ഈസ് ഹി വീപ്പിംഗ്? ആ ഒരു കുട്ടി എന്തിനാണ് തേങ്ങി കരയുന്നത് എന്ന്. ഓക്കെ. വൈ ഇൻഡീഡ് വിസ്പേർഡ് എ ഡെയ്സി ടു ഹിസ് നെയ്ബർ ഇൻ എ സോഫ്റ്റ് ലോ വോയിസ്. അപ്പം സത്യത്തിൽ എന്തിന് എന്ന് ആര് ചോദിക്കുകയാണ്? വിസ്പേർഡ് എ ഡെയ്സി ടു ഹിസ് നെയ്ബർ. ഡെയ്സി മീൻസ് ഇവിടെ ഒരു ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഡെയ്സി ഫ്ലവർ തൻ്റെ നെയ്ബറായിട്ടുള്ള തൻ്റെ അയൽക്കാരനോട് പതിയെ ഇങ്ങനെ ചോദിക്കുകയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള, മൃദുവായിട്ടുള്ള സ്വരത്തിൽ, ലോ വോയിസ്, താഴ്ന്ന സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ആ കുട്ടി എന്തിനാണ് കരയുന്നത് എന്നുള്ളത്. ഓക്കെ. ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഹി വാസ് വീപ്പിംഗ് ഫോർ എ റെഡ് റോസ്. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആരാണ്? നൈറ്റിംഗേൾ ആണ്. എന്താ പറഞ്ഞത്? ഹി വാസ് വീപ്പിംഗ് ഫോർ എ റെഡ് റോസ്. അവൻ കരയുന്നത് ഒരു ചുമന്ന റോസാപുഷ്പത്തിന് വേണ്ടിയാണ്. ഫോർ എ റെഡ് റോസ് ദേ ക്രൈഡ്, ഹൗ വെരി റെഡിക്കുലസ്. ആൻഡ് ദ ലിറ്റിൽ ലിസാർഡ് ലാഫ്ഡ് ഔട്ട്റൈറ്റ്. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടോ? ഫോർ എ റെഡ് റോസ്, ഒരു ചുവന്ന റോസാപുഷ്പത്തിന് വേണ്ടിയാണോ ഇവൻ കരയുന്നത്? ദേ ക്രൈഡ്, ഹൗ വെരി റെഡിക്കുലസ്. എന്തൊരു വിഡിത്തമാണ്. ആൻഡ് ദ ലിറ്റിൽ ലിസാർഡ് ലാഫ്ഡ് ഔട്ട്റൈറ്റ്. പെട്ടെന്ന് തന്നെ ഒരു ലിറ്റിൽ ലിസാർഡ് വന്നിട്ട് പൊട്ടിച്ചിരിച്ച് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്, ഈ ഒരു ചുവന്ന റോസാപുഷ്പത്തിന് വേണ്ടിയിട്ടാണോ ഇവനിങ്ങനെ കരയുന്നത് എന്നുള്ളത്. ഓക്കെ. But the nightingale understood the secret of the student's sorrow, and she sat silent in the oak tree and thought about the mystery of love. എന്താ പറയുന്നത്? ഇവിടെ ഡെയ്സി ഫ്ലവറും അതേപോലെ തന്നെ ഒരു ലിറ്റിൽ ലിസാർഡും ഒക്കെ എന്താണ്? ഇവനെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷെ എന്താണ്? ബട്ട് ദ നൈറ്റിംഗേൾ അണ്ടർസ്റ്റുഡ് ദ സീക്രട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് സോറോ. ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സോറോ, സങ്കടം, അതിൻ്റെ ആ ഒരു സീക്രട്ട്, രഹസ്യം ആര് മനസ്സിലാക്കി? നൈറ്റിംഗേൾ അണ്ടർസ്റ്റുഡ്. നൈറ്റിംഗേൾ മനസ്സിലാക്കി. ആൻഡ് ഷീ സാറ്റ് സൈലൻറ്റ് ഇൻ ദ ഓക്ക് ട്രീ. ആ ഒരു ഓക്കുമരത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരുന്നു. ആര്? നൈറ്റിംഗേൾ. ആൻഡ് തോട്ട് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ലവ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. മിസ്റ്ററി ഓഫ് ലവ്, പ്രണയത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിച്ചു. സഡൻലി ഷീ സ്പ്രെഡ് ഹെർ ബ്രൗൺ വിങ്സ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു? അവളുടെ ബ്രൗൺ വിങ്സ്, ചിറകുകൾ വിടർത്തി. എന്തിനാണ്? ഫോർ ഫ്ലൈറ്റ്, പറക്കാനായിട്ട്. ആൻഡ് സോഡ് ഇൻ ടു ദ എയർ. എന്നിട്ട് എന്ത് ചെയ്തു? എയറിലേക്ക്, വായുവിലേക്ക് പറന്നുയർന്നു. ഷീ പാസ്ഡ് ത്രൂ ദ ഗ്രോവ് ലൈക്ക് എ ഷാഡോ. അപ്പോൾ ഗ്രോവ് മീൻസ് എന്താണ്? ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ അവൾ എന്താണ്? ഒരു നിഴൽ പോലെ ആ ഒരു ഗ്രോവിൻ്റെ മുകളിലൂടെ, പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു. ആൻഡ് ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് അക്രോസ് ദ ഗാർഡൻ. ഒരു ഷാഡോ പോലെ അവൾ എന്ത് ചെയ്തു? ആ ഒരു ഗാർഡൻ്റെ കുറുകെയായിട്ട് എങ്ങനെ പറന്നു എന്നുള്ളതാണ്, സഞ്ചരിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഗ്രാസ് പ്ലോട്ട് വാസ് എ ബ്യൂട്ടിഫുൾ റോസ് ട്രീ. അപ്പം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുന്ന ആ ഒരു ഗാർഡൻ, പച്ച കളറിൽ ഇങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് എന്താ ഉള്ളത്? ബ്യൂട്ടിഫുൾ റോസ് ട്രീ, ഒരു റോസാപുഷ്പത്തിൻ്റെ മരമുണ്ട്. ആൻഡ് വെൻ ഷീ സോ ഇറ്റ് ഷീ ഫ്ലൂ ഓവർ ടു ഇറ്റ്. അപ്പം അവളത് കണ്ട മാത്രയിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് പറന്നു. ഓക്കെ.
ഗിവ് മീ എ റെഡ് റോസ് ഷീ ക്രൈഡ്. അവളിങ്ങനെ പറയുകയാണ്, എനിക്കൊരു റെഡ് റോസ് തരൂ. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. അങ്ങനെ എനിക്കൊരു റെഡ് റോസ് തരികയാണെങ്കിൽ എന്താണ്, ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്, എൻ്റെ ഏറ്റവും നല്ല ഒരു പാട്ട്, ഒരു ഗാനം ഞാൻ നിനക്കായിട്ട് പാടിത്തരാം എന്ന് റോസാ ചെടിയോട് പറയുകയാണ് ആര്, നൈറ്റിംഗേൾ. ബട്ട് ദ ട്രീ ഷൂക്ക് ഇറ്റ്സ് ഹെഡ്. അപ്പം ആ ഒരു ട്രീ എന്ത് ചെയ്തു, അതിൻ്റെ തല ഇങ്ങനെ ഇളക്കി, അതായത് നിഷേധിക്കുന്ന പോലെയാണ്, ഇല്ല തരില്ല എന്നുള്ള രീതിയിൽ, അല്ലെ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് തലയാട്ടിയത്. മൈ റോസസ് ആർ വൈറ്റ്. എൻ്റെ പുഷ്പങ്ങൾ എന്താണ്, വെള്ളയാണ്. എൻ്റെ റോസാപുഷ്പങ്ങൾ വെള്ള കളറിലുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തലയാട്ടിയത്. ഇറ്റ് ആൻസേർഡ്. അത് ഉത്തരം പറഞ്ഞു. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോവ്സ് റൗണ്ട് ദ ഓൾഡ് സൺഡയൽ. അപ്പം സൺഡയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനം ചെടിയാണ് കേട്ടോ, ഒരു ഇനം റോസാണ്. അപ്പം എൻ്റെ ബ്രദർ ഉണ്ട്, അവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുകയാണ്. ആൻഡ് പെർഹാപ്സ് ഹീ വിൽ ഗീവ് യു വാട്ട് യു വാണ്ട്. ഒരു പക്ഷേ അവൻ നിങ്ങൾക്ക് തന്നേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെടിയാണോ, എന്ത് പൂവാണോ അത് അവൻ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറയുകയാണ്. So the nightingale flew over to the rose tree that was growing round the old sundial. Old sundial എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഓഫ് റോസ് ആണ്. അപ്പോൾ ഈ ഒരു നൈറ്റിംഗേൾ എന്ത് ചെയ്തു, ആ ഒരു പിന്നെ എന്താണ് ഓൾഡ് സൺഡയൽ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന റോസ് ട്രീൻ്റെ അടുത്തേക്ക് പോയി. ഗിവ് മീ എ റെഡ് റോസ്. എനിക്കൊരു റെഡ് റോസ് തരൂ. ഷീ ക്രൈഡ്. അവൾ പറഞ്ഞു. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. അങ്ങനെ തരികയാണെങ്കിൽ എന്താണ്, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിത്തരാമെന്ന് പറയുകയാണ്. ബട്ട് ദ ട്രീ ഷൂക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷെ എന്താണ്, ആ ഒരു ചെടിയും നിഷേധിക്കുന്ന പോലെ തന്നെയാണ് തലയാട്ടിയത്, നിഷേധിച്ചുകൊണ്ട് തലയാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. മൈ റോസസ് ആർ യെല്ലോ. എൻ്റെ എന്താണ് റോസസ് എന്താണ്, യെല്ലോ കളറിലാണ്, മഞ്ഞ നിറത്തിലുള്ളതാണ്. ഇറ്റ് ആൻസേർഡ്. അത് ഉത്തരം പറഞ്ഞു. ആസ് യെല്ലോ ആസ് ദ ഹെയർ ഓഫ് ദ മെർമെയ്ഡൻ. മെർമെയ്ഡൻ എന്ന് പറഞ്ഞാൽ മെർമെയ്ഡാണ് ജലകന്യക അല്ലെങ്കിൽ മത്സ്യകന്യക ഉണ്ടല്ലോ. അപ്പോൾ മത്സ്യകന്യകേൻ്റെ ഹെയർ പോലെ എൻ്റെ പൂക്കൾ എന്താണ്, മഞ്ഞ കളറിലുള്ളതാണ്. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോവ്സ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. അപ്പോൾ ഈ ഒരു ചെടി പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അവൻ എവിടെയാണുള്ളത്, ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോയുടെ, അതായത് ജനലിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ചെടിയുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കോളൂ. ആൻഡ് പെർഹാപ്സ് ഹീ വിൽ ഗീവ് യു വാട്ട് യു വാണ്ട്. ഒരു പക്ഷേ അവൻ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റിംഗേൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ജനലിൻ്റെ താഴെയായിട്ട് വളരുന്ന ആ ഒരു റോസ് ചെടീൻ്റെ അടുത്തേക്ക് നൈറ്റിംഗേൽ പറന്നുപോയി. ഗീവ് മീ എ റെഡ് റോസ്. എനിക്കൊരു ചുമന്ന റോസാപുഷ്പം തരൂ. ഷീ ക്രൈഡ്. അവൾ പറഞ്ഞു. ആൻഡ് ഐ വിൽ ഗീവ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും മധുരമായ പാട്ട് പാടിത്തരാമെന്ന് പറയാണ്. ബട്ട് ദ ട്രീ ഷൂക്ക് ഇറ്റ്സ് ഹെഡ്. വീണ്ടും നിഷേധിച്ചുകൊണ്ട് ആ ഒരു ചെടി, ഇപ്പം മൂന്നാമത്തെ ചെടിയാണ്, അതും എന്താ നിഷേധിച്ചുകൊണ്ടാണ് തലയാട്ടുന്നത്. മൈ റോസസ് ആർ റെഡ്. ഇറ്റ് ആൻസേർഡ്. അപ്പം എൻ്റെ എന്താണ് റോസാപുഷ്പങ്ങൾ റെഡ് കളറാണ്, ചുമന്ന കളറാണ്. അപ്പം നൈറ്റിംഗേലിന് ആവശ്യമുള്ള കളറാണ്, പക്ഷെ അത് കൊടുക്കുന്നില്ല എന്നുള്ള നിഷേധിച്ചുകൊണ്ടാണ് തലയാട്ടിയത് അല്ലേ. അത് ആൻസർ ചെയ്യാണ്. ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡവ്. പ്രാവിൻ്റെ ഫീറ്റ്, പ്രാവിൻ്റെ കാലുകളെക്കാൾ ചുമന്നതാണ് എൻ്റെ റോസാപുഷ്പം. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ഇൻ ദ ഓഷ്യൻ കാവേൺ. ഓഷ്യൻ കാവേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാവുന്ന ഗുഹ പോലെയുള്ള ഭാഗത്തിനെയാണ് നമ്മളെന്ത് പറയുക, ഓഷ്യൻ കാവേൺ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്ത് വളരുന്ന കോറൽ, അതായത് പവിഴപ്പുറ്റുകളുടെ ഇളകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, വേവ് ചെയ്യുന്ന ആ ഒരു ഭാഗം, അപ്പം അതിനേക്കാളും അതിനേക്കാളും റെഡ് കളർ ഉണ്ട് എൻ്റെ റോസാപ്പൂവിന് എന്നാണ് പറയുന്നത്. ബട്ട് ദ വിൻ്റർ ഹാസ് ചിൽഡ് മൈ വെയിൻസ്. പക്ഷെ എന്താണ് വിൻ്റർ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തണുപ്പാണ് കേട്ടോ. വിൻ്റർ ആ ഒരു മഞ്ഞുകാലത്തുള്ള ആ ഒരു തണുപ്പ് എൻ്റെ ഞരമ്പുകളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രോസൺ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മരവിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ്. ബഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂക്കളുടെ മൊട്ടുകളല്ലേ. അപ്പോൾ ഈ മൊട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലക്ഡ്. നിപ്ഡ് മീൻസ് പ്ലക്ക് ചെയ്യുക, അതായത് പറിച്ച് കളയുക. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മഞ്ഞാണ്. അപ്പം മഞ്ഞൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബഡ്സിനെയൊക്കെ പ്ലക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. എൻ്റെ ശിഖരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോം, കൊടുങ്കാറ്റ് വന്നിട്ട്
പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ഷാൽ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. ഈ ഒരു വർഷം എനിക്ക് ഒരു റോസാപ്പൂ പോലും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ആ ചെടി പറയുന്നത്. വൺ റെഡ് റോസ് ഈസ് ഓൾ ഐ വോണ്ട്. എനിക്ക് ആകെ വേണ്ടത് ഒരു റെഡ് റോസ് ആണ്. ക്രൈഡ് ദ നൈറ്റിംഗൽ. നൈറ്റിംഗൽ പറഞ്ഞു, ഓൺലി വൺ റെഡ് റോസ്. ഈസ് ദർ നോ വേ ബൈ വിച്ച് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ്. ഒരു റെഡ് റോസ് ആണ് വേണ്ടത്. വേറെ ഒരു വഴിയുമില്ലേ എനിക്ക് ഒരു റെഡ് റോസ് കിട്ടാനായിട്ടെന്ന് നൈറ്റിംഗൽ ചോദിക്കുകയാണ്. ദർ ഇസ് എ വേ, ആൻസേർഡ് ദ ട്രീ, ബട്ട് ഇറ്റ് ഈസ് സോ ടെറിബിൾ ദാറ്റ് ഐ ഡെയർ നോട്ട് ടെൽ ഇറ്റ് ടു യു. അപ്പോൾ എന്താ പറയുന്നത്? ദർ ഇസ് എ വേ, ഒരു വഴിയുണ്ട്. ആൻസേർഡ് ദ ട്രീ, ആ ഒരു ട്രീ ആൻസർ ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് സോ ടെറിബിൾ, പക്ഷെ എന്താണ് ഭയാനകമാണ് അല്ലെങ്കിൽ ഭീകരമാണ്. ദാറ്റ് ഐ ഡെയർ നോട്ട് ടെൽ ഇറ്റ് ടു യു. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്കത് നിന്നോട് പറയാനുള്ള ധൈര്യമില്ല എന്ന് ആ ചെടി പറയുകയാണ്. ടെൽ ഇറ്റ് ടു മീ, സെഡ് ദ നൈറ്റിംഗേൾ, ഐ എം നോട്ട് അഫ്രെയ്ഡ്. എന്നോട് പറയൂ. നൈറ്റിംഗേൾ പറയാണ്, എനിക്ക് പേടിയില്ല. ഐ എം നോട്ട് അഫ്രെയ്ഡ്. ഇഫ് യു വാണ്ട് എ റെഡ് റോസ്, നിനക്കൊരു റെഡ് റോസ് വേണമെങ്കിൽ, സെഡ് ദ ട്രീ, ട്രീ പറയുകയാണ്, എന്താ പറയുന്നത്, യു മസ്റ്റ് ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക്. നീ അത് സംഗീതത്തിൽ നിന്നുണ്ടാക്കണം. ബൈ മൂൺലൈറ്റ്, നിലാവെളിച്ചം വരുന്ന സമയത്ത് സംഗീതത്തിൽ നിന്ന് നീ തന്നെ പാട്ടുപാടി ഉണ്ടാക്കണം ഒരു റെഡ് റോസ്. ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഹാർട്ട്സ് ബ്ലഡ്. അത് മാത്രമല്ല, അതിന് നിറം നൽകേണ്ടത് നിൻ്റെ ഹൃദയത്തിലെ ചോര കൊണ്ടാവണം. നിൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് അതിന് നീ ചുമന്ന നിറം നൽകണം എന്ന് ആര് പറയാണ്? ആ ഒരു ചെടി പറയാണ്. യു മസ്റ്റ് സിങ് ടു മീ വിത്ത് യുവർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് എ തോൺ. തോൺ മീൻസ് എന്താണ്? മുള്ള്. അപ്പോൾ നീ എനിക്ക് വേണ്ടി പാട്ട് പാടണം, നിൻ്റെ ഹൃദയം എൻ്റെ ഒരു മുള്ളിനോട് ചേർത്ത് വെച്ച് എന്നാണ് പറയുന്നത്. ചെടി പറയാണ് കേട്ടോ. ഓൾ നൈറ്റ് ലോങ് യു മസ്റ്റ് സിങ് ടു മീ. രാത്രി മുഴുവനും നീ എനിക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കണം. ആൻഡ് ദ തോൺ മസ്റ്റ് പിയേഴ്സ് യുവർ ഹാർട്ട്. പിയേഴ്സ് മീൻസ് തുളച്ച് കയറുക. എന്താണ്? എൻ്റെ ആ ഒരു മുള്ള് നിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറും. ആൻഡ് ലൈഫ് ബ്ലഡ് മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻ. അപ്പം എന്താണ്? ജീവരക്തം. ആ ഒരു നൈറ്റിംഗേളിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു രക്തം എന്ത് സംഭവിക്കും? മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻസ്. എൻ്റെ സിരകളിലേക്ക്, എൻ്റെ ഞരമ്പുകളിലേക്ക് നിൻ്റെ ജീവരക്തം പടരും. ആൻഡ് ബിക്കം മൈൻ. അപ്പം അത് എൻ്റേതാകും ആ ഒരു ജീവരക്തം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു റെഡ് റോസ് ഉണ്ടാക്കാമെന്ന് ആ ചെടി നൈറ്റിംഗേളിനോട് പറയാണ്. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തു വെക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും നമ്മുടെ വീഡിയോ. സോ സെക്കൻഡ് പാർട്ട് എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.